ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഡൽഹിക്ക് വീണ്ടും ഒരു വനിതാ മുഖ്യമന്ത്രിയെ കിട്ടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. രാംലീല മൈതാനത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. 6 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. VR കാർത്തിക് വിവരങ്ങളുമായി. കാർത്തിക്, ഇന്നലെ പുതിയ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നപ്പോൾ നേരത്തെ തന്നെ ആ തരത്തിൽ ചർച്ചകളുണ്ടായിരുന്നു. ഡൽഹിക്ക് വീണ്ടും ഒരു വനിതാ മുഖ്യമന്ത്രി വരും എന്ന ചർച്ചകൾ സജീവമായിരുന്നു. അതിനിടയിൽ നിന്നാണ് രേഖ ഗുപ്തയെ പോലെ താഴെത്തട്ടിൽ തൊട്ട് പ്രവർത്തിച്ചു വന്ന ഒരാളെ മുഖ്യമന്ത്രിയാക്കാനുള്ള BJPയുടെ തീരുമാനം. ആ തീരുമാനത്തിന് പിന്നിൽ എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്? എങ്ങനെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ ഒരു വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള മടങ്ങി വരവ് അധികാരത്തിലേക്ക് BJP എങ്ങനെയാണ് ആഘോഷമാക്കുന്നത്? ശ്രീജ, 27 വർഷത്തിന് ശേഷമാണ് ദില്ലി ഭരണത്തിലേക്ക് BJP തിരിച്ചെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ദില്ലിയിൽ പൂർത്തിയായി കഴിഞ്ഞു. രാംലീല മൈതാനിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഉച്ചയ്ക്ക് 12-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, NDA നേതാക്കൾ, അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ BJP മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർ പങ്കെടുക്കും. ഇതിന് പുറമെ ബോളിവുഡ് താരങ്ങളടക്കം സെലിബ്രിറ്റികൾക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. ആത്മീയ ആചാര്യന്മാരെ അടക്കം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ശ്രീജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 11 ദിവസത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം BJP മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. ഒരർത്ഥത്തിൽ സർപ്രൈസ് തന്നെയായിരുന്നു രേഖ ഗുപ്ത എന്ന പേര്. കാരണം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു പ്രമുഖനെ തോൽപ്പിച്ച പർവേഷ് വർമ്മയുടെ അടക്കം പേരുകളായിരുന്നു ആദ്യഘട്ടത്തിൽ സജീവ ചർച്ചകളിൽ ഉണ്ടായിരുന്നത്. പ്രധാനമായും രേഖ ഗുപ്തയിലേക്ക് എത്തിയ ഒരു ഘടകം, രാജ്യത്ത് 14 സംസ്ഥാനങ്ങളിൽ BJP മുഖ്യമന്ത്രിമാരുണ്ട്. എന്നാൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ല എന്ന വിമർശനം പല കോണുകളിൽ നിന്നും നേരത്തെ തന്നെ ഉയർന്നിരുന്നു. നേരത്തെ രാജസ്ഥാൻ, ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വനിതാ മുഖ്യമന്ത്രിമാർ BJPക്ക് ഉണ്ടായിരുന്നതാണ്. മാത്രമല്ല ഡൽഹിയുടെ ഒരു പശ്ചാത്തലം, ഷീല ദീക്ഷിത്, അതോടൊപ്പം തന്നെ സുഷമ സ്വരാജ്, അതേഷി എന്നിവർക്ക് ശേഷം ദില്ലിയുടെ 4മതൊരു വനിതാ മുഖ്യമന്ത്രിയാകട്ടെ എന്നൊരു അഭിപ്രായം പാർട്ടിയിൽ ശക്തിപ്പെടുകയും അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയുമായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇക്കാര്യത്തിൽ വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല രേഖ ഗുപ്തയ്ക്ക് അനുകൂലമായ മറ്റൊരു ഘടകം, ബനിയൻ സമുദായത്തിൽ നിന്നുള്ള നേതാവാണ് രേഖ ഗുപ്ത. രാജസ്ഥാൻ, ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിർണായക സ്വാധീനമുള്ള ഒരു സമുദായം കൂടിയാണ്. നേരത്തെ വനിതാ മുഖ്യമന്ത്രിമാർ BJPക്ക് ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ കൂടിയാണത്. ആ അർത്ഥത്തിൽ പല ഘടകങ്ങൾ പരിഗണിച്ചായിരിക്കണം സ്വാഭാവികമായും രേഖ ഗുപ്ത എന്ന പേരിലേക്ക് BJP എത്തിയത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ 6 പേർ കൂടി മന്ത്രിസഭയിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സ്വാഭാവികമായും പർവേഷ് വർമ്മയ്ക്ക് പരിഗണനയുണ്ടാകും. അദ്ദേഹം ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചേക്കും. ഇതുകൂടാതെ 4 പേർ കൂടി ഈ മന്ത്രിസഭയിലേക്ക് എത്തും. അതിൽ പ്രധാനമായും പറഞ്ഞു കേൾക്കുന്ന സജീവ ചർച്ചകളിലുള്ള പേരുകൾ കപിൽ മിശ്ര, മജീന്ദർ സിംഗ് സിർസ, രവീന്ദ്ര രാജ്, അതോടൊപ്പം തന്നെ ആശിഷ് സൂദ്, പങ്കജ് സിംഗ്, ഇവരാണ് പ്രധാനമായും മന്ത്രിസഭയിലേക്ക് എത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ നിയമസഭയിൽ BJPയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന വിജേന്ദർ ഗുപ്തയ്ക്ക് സ്പീക്കർ സ്ഥാനം ലഭിച്ചേക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും 12 മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രേഖ ഗുപ്തയ്ക്കൊപ്പം 5 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യും. സ്വാഭാവികമായി ഒരുപക്ഷെ 6മതൊരു മന്ത്രി കൂടി ഉണ്ടാകും. എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ രാംലീല മൈതാനിയിൽ പൂർത്തിയായി കഴിഞ്ഞു. നേരത്തെ തന്നെ രേഖ ഗുപ്ത ആദ്യമായാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്. ഇത്തവണ 29,595 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെയായിരുന്നു രേഖ ഗുപ്തയുടെ ജയം. നേരത്തെ തന്നെ പാർട്ടിയിൽ പല പദവികളും, നിർണായക പദവികളും രേഖ ഗുപ്ത വഹിച്ചിട്ടുണ്ട്. 3 തവണ കൗൺസിലറായിരുന്നു, സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മേയറായിരുന്നു. ഇതടക്കം പാർട്ടിയിൽ വിവിധ പദവികൾക്കൊപ്പം തന്നെ പാർലമെൻ്ററി രംഗത്തും നേരത്തെ പ്രവർത്തിച്ച് പരിചയമുണ്ട്. പക്ഷേ ആദ്യമായാണ് MLA ആകുന്നത്. എന്തായാലും അപ്രതീക്ഷിതമായ ഒരു തീരുമാനം BJPയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായി. പർവേഷ് വർമ്മയെ പോലെ ഒരു ആളെ മറികടന്നുകൊണ്ട് രേഖ ഗുപ്തയിലേക്ക് ആ തീരുമാനം എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായും ദില്ലിക്കപ്പുറത്തേക്കുള്ള രാഷ്ട്രീയം കൂടി BJPയുടെ അത്തരത്തിലൊരു ദീർഘവീക്ഷണം കൂടി അതിൽ ഉണ്ടാവണം. ശ്രീജ, ശരി, നമുക്ക് രേഖ ഗുപ്തയുടെ വാക്കുകൾ, ഇന്നലെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത ശേഷമുള്ള രേഖ ഗുപ്തയുടെ വാക്കുകൾ കേൾക്കാം. और मैं एक बार फिर से बहुत बहुत धन्यवाद करती हूँ आदरणीय प्रधानमंत्री नरेंद्र मोदी जी का, भारतीय जनता पार्टी के शीर्ष नेतृत्व का, अपने राष्ट्रीय अध्यक्ष नड्डा जी का, आदरणीय अमित शाह जी का, जिन्होंने मुझ जैसी साधारण परिवार की बेटी पे इतना भरोसा जताया और दिल्ली जो देश की राजधानी है उसकी जिम्मेदारी मुझे सौंपी। निश्चित रूप में मैं अपनी
पूरी क्षमताओं के साथ, पूरी ताकत के साथ, ईमानदारी के साथ मैं उस जिम्मेदारी को निभाऊंगी। मैम, सबसे पहला कदम महिला, क्योंकि महिला दिल्ली किस तरीके से आप देखते हैं, वो बहुत बड़ा मुद्दा है। देखिए, मेरे दिल्ली के लिए 2 प्राथमिकताएं हैं। पहली प्राथमिकता जो दिल्ली से के लिए हमने कमिटमेंट्स की हैं अपनी सरकार की ओर से, उन सारी कमिटमेंट्स को पूरा करना। दूसरा, आदरणीय प्रधानमंत्री नरेंद्र मोदी जी ने जो दिल्ली के लिए विजन दिया है, उस विजन को साकार करने में टीम मोदी बन के हमारे 48 के 48 विधायकगण काम करेंगे और टाइम बाउंड तरीके से एक एक कमिटमेंट जो हमने जनता से की है उसे पूरा किया जाएगा। विपक्ष ने भी आपको शुभकामनाएं भेजी हैं, आतिशी, अरविंद केजरीवाल सब ने आपको शुभकामनाएं दी हैं। मुख्यमंत्री बनेंगी? नहीं, जीवन में कभी नहीं ऐसा सोचा था। और जब भी मैं सुनती थी बड़े नेताओं की कहानी, और जब वो कहते थे कि साधारण पृष्ठभूमि से आज वो शीर्ष नेतृत्व तक पहुंचे हैं, तो मालूम नहीं था कि कैसा लगता है। ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ സ്ഥാനലബ്ധി, ഒട്ടും പ്രതീക്ഷിക്കാത്ത നേട്ടം എന്നാണ് രേഖാ ഗുപ്തയുടെ പ്രതികരണം. അല്പം മുൻപ് ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രി, തൊട്ട് മുൻപത്തെ മുഖ്യമന്ത്രി അതിഷിയും മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അതിഷിയുടെ വാക്കുകളിലേക്ക്. मैं रेखा गुप्ता जी को बहुत बहुत बधाई देना चाहूंगी और मैं उम्मीद करती हूं कि जो जो वादे भारतीय जनता पार्टी ने दिल्ली के लोगों को किए हैं, उन वादों को वो जरूर पूरा करेंगी। और मैं रेखा गुप्ता जी को आम आदमी पार्टी की तरफ से ये भी कहना चाहूंगी कि दिल्ली वालों के विकास के लिए उन्हें कोई भी मदद, कोई भी समर्थन आम आदमी पार्टी की तरफ से चाहिए हो तो उनको हमेशा मिलेगा, जरूर मिलेगा। दिल्ली की महिला मुख्यमंत्री रही आप, तीसरी महिला मुख्यमंत्री रेखा गुप्ता बनने जा रही है। महिलाओं के दृष्टिकोण से इसे कैसे देखते हैं? रेखा गुप्ता जी चौथी महिला मुख्यमंत्री बनने जा रही हैं। शीला दीक्षित जी, सुषमा स्वराज जी, मेरे बाद अब रेखा गुप्ता जी बन रही हैं। ये बहुत अच्छी बात है कि महिलाओं को राजनीति में प्रतिनिधित्व मिल रहा है, क्योंकि ये सच्चाई है कि आजादी के इतने साल बाद भी अगर आप चाहे लोकसभा में देखिए, आप देश भर की विधानसभाओं में देखिए, आप देश के मुख्यमंत्रियों में देखिए, तो आज इकलौती महिला मुख्यमंत्री पश्चिम बंगाल में ममता बनर्जी हैं। तो ये देश की महिलाओं के लिए खुशी की बात है कि रेखा गुप्ता जी मुख्यमंत्री बनी है। और मैं ये भी उम्मीद करती हूं कि जो महिलाओं को वादा भारतीय जनता पार्टी ने किया है कि वो 2500 रुपये दिल्ली की हर महिला को सम्मान राशि देंगे, और ये पहले ही कैबिनेट में पास होगी। और 8 मार्च जो महिला दिवस है, രേഖാ ഗുപ്തയ്ക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനോടൊപ്പം BJP നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ശ്രമിക്കണം എന്നാണ് അതിഷിയുടെ വാക്കുകൾ. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് വത്തിക്കാൻ അറിയിക്കുന്നു. തനിയെ പ്രഭാത ഭക്ഷണം കഴിച്ചെന്നും എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് പോപ്പ് നന്ദി അറിയിച്ചെന്നും വത്തിക്കാൻ വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി അപർണ കുറുപ്പ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അപർണ, ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ പോപ്പിൻ്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. താൻ ഇതിൽ നിന്ന് തിരിച്ചു വരില്ല എന്ന് മാർപ്പാപ്പ തന്നെ പറഞ്ഞതായും അവിടെ വലിയ രീതിയിൽ ആശങ്കയുണ്ട് എന്നൊക്കെയുമായിരുന്നു ഇന്നലെ പകലത്തെ വാർത്തകൾ. പക്ഷേ ഇന്ന് രാവിലെ ആവുമ്പോഴത്തേക്കും ആശ്വാസകരമായ റിപ്പോർട്ടുകൾ, അദ്ദേഹം കൂടെയുള്ളവരോട് സംസാരിച്ചു, ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് മാർപ്പാപ്പ എന്ന് തന്നെയാണോ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ, 24 മണിക്കൂറിനുള്ളിൽ ചെറിയ ആശ്വാസമുള്ള ഒരു വാർത്തയാണ് ഹോളി പ്രസ് സി ഓഫീസ് വത്തിക്കാൻ്റെ പ്രസ് റിലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്തും നേരിയ പുരോഗതി എന്നാണ് പറയുന്നത്. അതായത് ഇന്നലെ വളരെ സങ്കീർണമായ അവസ്ഥയിലായിരുന്നു മാർപ്പാപ്പയെങ്കിൽ ഇപ്പോൾ അദ്ദേഹം യന്ത്രസഹായമില്ലാതെ അദ്ദേഹം ശ്വസിക്കുന്നു, അദ്ദേഹം ഉറങ്ങി, അദ്ദേഹം തനിയെ എഴുന്നേറ്റിരുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു, ചെറുതായിട്ട് സംസാരിച്ചിരിക്കുന്നു കൂടെയുള്ള ആൾക്കാരോട്. അതായത് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടൊക്കെ എല്ലാ വിശ്വാസികളോടും നന്ദി പോപ്പ് പറഞ്ഞു എന്ന് മാത്രമാണ് വത്തിക്കാൻ. 2-3 വരികളിലാണ് വത്തിക്കാൻ്റെ പ്രസ് റിലീസ് ചുരുക്കിയിരിക്കുന്നതിനെ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം കടുത്ത ന്യൂമോണിയ ആയിരുന്നു. 2 ശ്വാസകോശത്തിലും ന്യൂമോണിയ ബാധിക്കുക കൂടെ ചെയ്തിരുന്നു. ഇന്നലെ വന്ന റിപ്പോർട്ട് ആ തരത്തിലായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അതിസങ്കീർണ അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളൊരു ആശങ്ക പോലും വന്നത്. ഈ ന്യൂമോണിയയിൽ നിന്ന് അദ്ദേഹം മുക്തനായിട്ടില്ല, ഇപ്പോഴും ന്യൂമോണിയ ബാധിതനാണ്. പക്ഷേ ഭേദപ്പെട്ട ചില ആരോഗ്യ നിലയിലേക്ക് വരുന്നു. രോഗവിമുക്തി ഇല്ലെങ്കിലും തനിയെ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇന്നലെ
വളരെ മോശം ആരോഗ്യ നിലയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നുള്ള വിവരം പുറത്തു വന്നപ്പോൾ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലൊക്കെ ആയിരങ്ങൾ വന്ന് ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തിയത്. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ദിവസം തന്നെയായിരുന്നു വത്തിക്കാൻ സാക്ഷ്യം വഹിച്ചത്. ആ പ്രാർത്ഥന നടത്തിയ എല്ലാ വിശ്വാസികളോടുമൊക്കെ സ്നേഹവും നന്ദിയുമൊക്കെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി അദ്ദേഹത്തെ നേരിട്ട് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയതായിട്ടുള്ള വിവരവും വത്തിക്കാൻ പുറത്തുവിടുന്നുണ്ട്. ഏകദേശം 20 മിനിറ്റോളം മെലോണി അവിടെ ഉണ്ടായിരുന്നു, സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് വലിയ അപകടാവസ്ഥയിൽ നിന്ന് ഒരു നേരിയ പുരോഗതിയിലേക്ക് വത്തിക്കാൻ പോകുന്നു. പക്ഷേ അപ്പോഴും ന്യൂമോണിയ വിമുക്തനായിട്ടില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ശ്വാസകോശ സംബന്ധമായിട്ട് പണ്ട് മുതലേ അസുഖമുള്ള ഒരാളാണ്. ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റിയ ഒരവസ്ഥയുണ്ട്. ബ്രോങ്കൈറ്റിസ് സ്ഥിരം പിടിപെടാറുള്ള ഒരാൾ കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതുകൊണ്ട് അദ്ദേഹം രോഗവിമുക്തനായിട്ട് ഉണ്ട് എന്ന് കരുതുന്നില്ല. എങ്കിലും പ്രതീക്ഷയുടെ സൂചനകൾ വരുന്നു വത്തിക്കാനിൽ നിന്ന് എന്നുള്ളൊരു കാര്യമുണ്ട്. അതിൽ ലോകത്തെ എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസമുള്ള കാര്യമാണ്. അപ്പോഴും അടുത്ത മാർപ്പാപ്പ ആരായിരിക്കുമെന്നുള്ള ചർച്ചകൾ തീരുന്നുമില്ല വത്തിക്കാനിൽ നിന്ന്. ഇറ്റാലിയൻ കർദിനാളായിട്ടുള്ള ജിയോവനി ബാറ്റിസ്റ്റാരെ ഇപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾക്ക് നേതൃത്വം വഹിക്കാൻ കർദിനാൾ ഓഫ് ഡീൻ എന്ന ചുമതല നീട്ടിക്കൊടുത്തുകൊണ്ട് നിയോഗിച്ചതാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും ആരോഗ്യനില സംബന്ധിച്ച് അതൊരു പുതിയൊരു മാർപ്പാപ്പ ഒരു പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം രോഗവിമുക്തനായാൽ പോലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പരിഗണിച്ചുകൊണ്ട്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ ഭേദപ്പെട്ട ആരോഗ്യനിലയിലേക്ക് വരുന്നു എന്നുള്ളൊരു പോസിറ്റീവ് സൂചന ഈ നിമിഷത്തിൽ വത്തിക്കാനിൽ നിന്ന് വരുന്നത്. ശ്രീജ. ശരി, അപർണ കുറുപ്പാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്. കോഴിക്കോട് കോടഞ്ചേരിയിലെ എയ്ഡഡ് സ്കൂൾ അധ്യാപികയുടെ മരണത്തിൽ വിശദീകരണവുമായി താമരശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ്. നിയമനത്തിനായി പണം വാങ്ങിയിട്ടില്ല. ഭിന്നശേഷി സംവരണത്തിലെ സാങ്കേതിക തടസ്സമാണ് സ്ഥിര നിയമനം ലഭിക്കാൻ തടസ്സമായത്. മാനേജ്മെന്റ് താൽക്കാലിക ധനസഹായം നൽകിയിരുന്നുവെന്നും വിശദീകരണം. അതേസമയം ജീവനൊടുക്കിയ അലീന ബെന്നിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇന്നലെയാണ് അലീന ആത്മഹത്യ ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് കുടുംബം ഈ ശമ്പളം കിട്ടാത്തതിൽ അല്ലെങ്കിൽ സ്ഥിര നിയമനം കിട്ടാത്തതിലുള്ള മാനസിക പ്രയാസമാണ് ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോകാനുള്ള കാരണമെന്ന് പറയുന്നത്. സംസ്ഥാനത്ത് ഒരുപാട് എയ്ഡഡ് സ്കൂൾ ജീവനക്കാരുടെ പ്രശ്നമാണ് ഇന്നലെ ഉയർത്തപ്പെട്ടത്. അതിനോട് സമരസപ്പെട്ടുകൊണ്ടുള്ള നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ഇന്നലെയൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ രൂപത നൽകുന്ന വിശദീകരണം? താമരശ്ശേരി അതിരൂപതയുടെ മാനേജ്മെന്റ് പറയുന്നത് ഇതിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചയും മാനേജ്മെന്റിന് പറ്റിയിട്ടില്ല എന്നാണ്. തീർച്ചയായും കഴിഞ്ഞ 6 വർഷമായി താമരശ്ശേരി കോർപ്പറേറ്റ് രൂപത മാനേജ്മെന്റ് കീഴിലുള്ള സ്കൂളുകളിൽ ജോലിയെടുക്കുന്ന അധ്യാപികയായിരുന്നു അലീന. 2 സ്കൂളുകളിലാണ്. ഏറ്റവും ഒടുവിൽ ആണ് കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലെത്തിയത്. നേരത്തെ കട്ടിപ്പാറ സ്കൂളിലായിരുന്നു ജോലി ചെയ്യുകയും ചെയ്തത്. പക്ഷേ 6 വർഷമായി ഈ അലീനയുടെ നിയമനം സ്ഥിരപ്പെടുത്താൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. 13 ലക്ഷം രൂപയാണ് ഈ കുടുംബത്തിൽ നിന്ന്, ഒരു നിർധന കുടുംബമാണ്, അവിടെ നിന്നും 13 ലക്ഷം രൂപയാണ് സംഭാവന എന്ന രീതിയിൽ ഈ തലവരി പണമായി ഈ നൽകുന്നതിന് വാങ്ങിയെടുത്തത്. പക്ഷേ ഇത്ര നാളായിട്ടും ഇത്തരം ജോലി ലഭ്യമാവാത്ത ഒരു സാഹചര്യമുണ്ടായത് അലീനയിൽ വലിയ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഈ സ്ഥാപനത്തിലെ മറ്റ് അധ്യാപകരുടെയും ഒക്കെ സഹായത്തോടുകൂടിയാണ് പലപ്പോഴും സാമ്പത്തികമായി കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത്. പക്ഷേ കോർപ്പറേറ്റ് മാനേജ്മെന്റ് വിശദീകരിക്കുന്നത് ഒരു ധനസഹായം കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന രീതിയിൽ നൽകുന്നുണ്ടായിരുന്നു. എന്നാൽ അത് വെറും പരിമിതമായൊരു സഹായം മാത്രമാണ് എന്നാണ് കുടുംബം പറയുന്നത്. ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. തികച്ചും സാങ്കേതികമായ കാര്യങ്ങളാണ് ഇതിന് രൂപത നൽകുന്ന മറുപടി. സ്ഥിരം നിയമനവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ചും ഭിന്നശേഷിക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരുപാട് സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഈ അലീന മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നിയമനം ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് എന്നും പറയുന്നു. പക്ഷേ നമ്മൾ രാവിലെ വീണ്ടും കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവർ പറയുന്നത് ഈ മാനേജ്മെന്റിന് വന്ന പിഴവ് ഈ സർക്കാരിന്റെ ഒരു നയപരമായ കാര്യത്തിനുമേൽ ചാർത്തി രക്ഷപ്പെടാനുള്ള ഒരു നീക്കമാണ് രൂപതയുടെ ഭാഗത്തു
നിന്നും ഉണ്ടായത്. 100% രൂപതയ്ക്ക് തന്നെയാണ് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം. അലീന ബെന്നി നിയമനത്തിന് കയറിയ ശേഷം മറ്റു പലർക്കും, അതിന് പിന്നാലെ കയറിയ പലർക്കും സ്ഥിരം നിയമനം ലഭിക്കുന്ന ഒരു സാഹചര്യം ഈ സ്കൂളുകളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഒരു പരിഗണന അലീനയ്ക്ക് നൽകിയില്ല എന്നതാണ്. അതുകൊണ്ട് 100% ഈ മാനേജ്മെന്റിന്റെ വാദം അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ശ്രീജ, സമാനമായ രീതിയിൽ ഈ എയ്ഡഡ് സ്കൂൾ ജീവനക്കാർ പലയിടത്തും ഈ പ്രശ്നം നേരിടുന്നുണ്ട്. നിയമനം സ്ഥിരമാക്കി കിട്ടായിക, അതുവരെയും ശമ്പളം ഇല്ലായിക. ആ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ സ്വരം കൂടി അലീനയുടെ ആത്മഹത്യ ഉയർത്തുന്നില്ലേ അനീഷ്? തീർച്ചയായും അത്തരമൊരു പ്രതിഷേധത്തിന്റെ സ്വരം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഒരു ജോലി ലഭിക്കും എന്ന് കരുതി ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് തങ്ങൾ വിശ്വസിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളിലേക്ക് 13 ലക്ഷം രൂപയാണ് ആ കുടുംബം സമാഹരിച്ച് നൽകിയത്. ചെറിയ തുകയൊന്നുമല്ല 13 ലക്ഷം. അതും 6 വർഷം 13 ലക്ഷം രൂപ, 6 വർഷം മുമ്പ് 13 ലക്ഷം രൂപ നൽകുക എന്നാൽ ചെറിയൊരു തുകയൊന്നുമില്ല. പക്ഷെ അത്തരം ഒരു പണം വാങ്ങിയ ശേഷം ഇപ്പോൾ മാനേജ്മെന്റ് പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഒരു തരത്തിലുള്ള സംഭാവനകളും ഈ നിയമനവുമായി ബന്ധപ്പെട്ട് വാങ്ങിയിട്ടില്ല എന്നതാണ്. അതുതന്നെ അങ്ങേയറ്റം ഈ കുടുംബത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്. നമുക്കറിയാം, ഈ കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾ അല്ലെങ്കിൽ ഇത്തരം സമുദായ മാനേജ്മെന്റുകളൊക്കെ നടത്തുന്ന സ്കൂളുകളിലെ എയ്ഡഡ് നിയമനങ്ങൾക്ക് വലിയ തോതിലുള്ള പണം വാങ്ങിയാണ് നിയമനം നടത്തുന്നത്. അവിടെ ശമ്പളവും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ സർക്കാർ നൽകുമ്പോഴും ഈ തലവരിപ്പണം നേരെ പോകുന്നത് ഈ മാനേജ്മെന്റുകളുടെ കയ്യിലേക്കാണ്. ഇത്തരത്തിൽ മാനേജ്മെന്റുകൾ വലിയ തോതിൽ പണം വാങ്ങി നിയമനം നടത്തുമ്പോഴും ഈ നിയമനവുമായി ബന്ധപ്പെട്ട യാതൊരു ഉത്തരവാദിത്വവും പിന്നീട് നിർവഹിക്കുന്നില്ല. സാങ്കേതിക നടപടിക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈ നിയമനം അനിശ്ചിതമായി വൈകുന്ന കാഴ്ച പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ പിന്നീട് കൂടുതൽ പണം വാങ്ങി ജോലിക്ക് കയറുന്ന ആളുകൾക്ക് നിയമനം വേഗത്തിൽ നടപ്പിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ തന്നെ അലീന ബെന്നിക്ക് പിന്നാലെ ജോലിക്ക് കയറിയ നിരവധി അധ്യാപകർ സ്ഥിര നിയമനത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോഴും ഈ അലീനയെ പരിഗണിച്ചില്ല എന്നതാണ് ഏറ്റവും വിഷകരമായ ഒരു വസ്തുതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാളുകൾ മറ്റുള്ള സഹാധ്യാപകരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ സഹായം വാങ്ങി മുന്നോട്ട് പോവുക എന്നത് അങ്ങേയറ്റം ദുഷ്കരമായ ഒരു സാഹചര്യമാണ്. ഒപ്പം സമൂഹ മന്ദിരത്തിലും ഒരു അധ്യാപിക എന്ന രീതിയിലുള്ള ഒരു അംഗീകാരം ലഭിക്കുന്നില്ല. വിവാഹമടക്കം നടക്കാതെ വരുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം കൂടി ചേർന്നുള്ള ഒരു രോഷമാണ്. ആ രോഷപ്രകടനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിഷേധമാണ് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും പൂർണ്ണമായും ഈ സർക്കാരിന്റെ നയ വ്യതിയാനങ്ങളെ അല്ലെങ്കിൽ ഈ എയ്ഡഡ് അധ്യാപക സ്ഥിര നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായി മാത്രം ഇതിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. വലിയ പണം വാങ്ങി, തലവരി പണം വാങ്ങി അധ്യാപക നിയമനത്തിനായി കോഴ വാങ്ങി പ്രവേശിപ്പിക്കുന്നവർ പിന്നീട് ആ ഉത്തരവാദിത്വം ഈ പാവപ്പെട്ട അപേക്ഷാർത്ഥികളോട് കാണിക്കുന്നില്ല എന്നൊരു വസ്തുത കൂടെ ഇവിടെ ഉണ്ട്. ശ്രീജ, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. ഇന്ന് ഇത് സംഭവിക്കും. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം രാവിലെയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്, ഈ ദിവസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ് രാവിലെ. ഇനി ആ വാർത്തകളിൽ ഏറ്റവും പ്രധാനം, ഇന്നലെ ഈ സമയത്തൊക്കെ നമ്മൾ ആശങ്കയോടെ നോക്കിക്കണ്ടത് അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ എങ്ങനെ പിടിക്കും, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എങ്ങനെയായിരിക്കും അതിനെ കൂട്ടിലേക്ക് കൊണ്ടുപോവുക എന്നതായിരുന്നു. ഇപ്പോൾ ആന കോടനാട് അഭയാരണ്യത്തിലാണുള്ളത്. അവിടെ ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ആനയുടെ ആരോഗ്യനിലയിൽ വലിയ ആശങ്കയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. പോപ്പിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്ന വാർത്ത വരുന്നുണ്ട്. ഇതോടൊപ്പം ന്യൂസ് 18 എക്സ്ക്ലൂസീവായി ചില വാർത്തകളും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിലേക്കൊക്കെ വരാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. അതിരപ്പിള്ളിയിലെ ആനയുടെ ആരോഗ്യനിലയിൽ ആശങ്ക തുടരുന്നു. 30% മാത്രം അതിജീവന സാധ്യത കൽപ്പിച്ച് ഡോക്ടർമാർ. കോടനാട് ചികിത്സയിലുള്ള ആന തീറ്റയെടുത്തു തുടങ്ങി. 1.5 മാസം ചികിത്സ വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ. നെല്ലിയാമ്പതി പുലയമ്പാറയിൽ കിണറ്റിൽ വീണ പുലിയെ രക്ഷിച്ചു. പുലി വീണത് ഇന്നലെ വൈകിട്ട്. കൂട് കിണറ്റിലേക്ക് ഇറക്കി പുലിയെ പുറത്തെത്തിച്ചു. പറമ്പിക്കുളം വനമേഖലയിൽ പുലിയെ തുറന്നുവിട്ടു. വന്യജീവി ആക്രമണങ്ങളിൽ വിചിത്ര നിലപാടുമായി വീണ്ടും വനം മന്ത്രി.
വന്യജീവി ആക്രമണം ഉണ്ടാവുന്നത് മുന്നറിയിപ്പുകൾ അവഗണിക്കുമ്പോഴെന്ന് മന്ത്രി. കാട്ടിൻ്റെ സമീപത്തോടു കൂടിയോ ഉൾക്കാടുകളിലേക്കോ പോകുന്ന റോഡുകളിലാണല്ലോ ഇത് സംഭവിക്കുന്നത്. അവിടെ പോകുമ്പോൾ മുന്നറിയിപ്പുകൾ നമ്മൾ കൊടുത്തിട്ടില്ല, ബോർഡുകൾ വെച്ചിട്ടില്ല, ആരെങ്കിലും അനുസരിക്കുന്നു. പരാതികൾ പലതും വൈകാരികമായ സാഹചര്യങ്ങളിൽ നിന്ന്. വനം വകുപ്പിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്നും AK ശശീന്ദ്രൻ. ആശാവർക്കർമാരുടെ സമരം 11ാം ദിവസത്തിലേക്ക്. സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇന്ന് മഹാസംഗമം. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന കടുത്ത നിലപാടിൽ സംഘടന. ഡൽഹിയുടെ 9ാമത് മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 11 മണിക്ക് രാംലീല മൈതാനത്ത് ചടങ്ങ്. പ്രധാനമന്ത്രി ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കും. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ശ്വാസകോശ അണുബാധ കുറഞ്ഞു. സഹപ്രവർത്തകരുമായി സംസാരിച്ചെന്ന് വത്തിക്കാൻ. കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ലീഗിന്റെ അതൃപ്തി തുടരുന്നു. ഹൈക്കമാൻഡിനെ നേരിട്ട് കാണാൻ നീക്കം. കോൺഗ്രസിലെ തർക്കങ്ങൾ UDFന്റെ സാധ്യതകളെ ബാധിക്കുമെന്ന ആശങ്ക. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഇന്ന് ആദ്യ മത്സരം. ബംഗ്ലാദേശ് എതിരാളികൾ. മത്സരം ഉച്ചയ്ക്ക് 2 മണിക്ക്. രഞ്ജി ട്രോഫി സെമിയിൽ കേരളത്തെ വിറപ്പിച്ച് ഗുജറാത്ത്. 222 റൺസിനിടെ വീണത് 1 വിക്കറ്റ് മാത്രം. 4ാം ദിനം തിരിച്ചടിക്കാൻ കേരളം. അതിരപ്പള്ളി ഇന്നലെ കണ്ടത് അത്ര സാധാരണമല്ലാത്ത ഒരു ഓപ്പറേഷനായിരുന്നു ഇന്നലെ നമ്മളൊക്കെ ആതിരപ്പള്ളിയിൽ കണ്ടത്. അതിനിടെ വളരെ ഹൃദയപൂർവമായ ചില നിമിഷങ്ങൾ കണ്ടു. അതിനൊക്കെ ഒടുവിൽ അതിരപ്പള്ളിയിൽ നിന്ന് പിടികൂടി കോടനാട്ടെത്തിച്ച ആനയുടെ ആരോഗ്യനിലയിൽ പക്ഷേ കാര്യമായ പുരോഗതിയില്ല എന്നതാണ് ഇന്ന് രാവിലെ വരുന്ന വാർത്ത. ആന സാധാരണ നിലയിലേക്ക് മടങ്ങി വരാൻ 30% മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. പക്ഷേ ആശ്വാസം എന്ന് പറയട്ടെ, ആന തീറ്റയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. 1.5 മാസത്തോളം ചികിത്സ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഗുഡ് മോർണിംഗ്. ഇന്നലെ ആനയുടെ മുറിവ് പരിശോധിച്ചപ്പോൾ തന്നെ ഡോക്ടർ പറയുകയുണ്ടായി, വളരെ ആഴത്തിലുള്ള മുറിവാണ്, സാരമായ മുറിവാണ്, അത് ഉണങ്ങിക്കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നൊരു സൂചന ഇന്നലെ ഡോക്ടർമാർ നൽകിയിരുന്നു. മയക്കത്തിലായിരുന്നു അപ്പോഴും ആന ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും എന്തൊക്കെ അപ്ഡേറ്റ് ആണ് ആനയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച്, അത് ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ ഡോക്ടർമാർ പറയുന്നത്? ശ്രീജ, ആന ഇപ്പോഴും ശാന്തനായി തന്നെയാണ് കൂട്ടിൽ തുടരുന്നത്. തീറ്റ എടുത്തു എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമായി തന്നെ, അല്ലെങ്കിൽ ഒരു ശുഭ സൂചനയായി തന്നെ പറയുന്നുണ്ട്. പക്ഷെ 30% മാത്രമാണ് ഒരു സാധ്യത എന്നുകൂടി വ്യക്തമാകുന്നുണ്ട്. ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സാധ്യതയും വളരെ വിരളമാണ്. ആരോഗ്യനില അതുപോലെ തന്നെ തുടരുകയാണ്. എന്തായാലും ഇന്നലെ എത്തിച്ച സമയത്ത് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രാഥമികമായിട്ടുള്ള ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. 1.5 മാസത്തോളം ചികിത്സ വേണമെന്നാണ് പറയുന്നത്. കാരണം അത്രയേറെ ആഴത്തിലുള്ള മുറിവാണ് ഈ നെറ്റിയുടെ ഭാഗത്തായി കാണുന്നത്. ആഴത്തിലുള്ള മുറിവാണ് അത്. എത്രയും വേഗം അത് മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരാശ്വാസം എന്ന് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ആ മയക്കമൊക്കെ വിട്ടുവെങ്കിലും ശാന്തരായി തന്നെയാണ് ഇപ്പോഴും കൂട്ടിൽ തുടരുന്നത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഡോക്ടർ അരുൺ സക്രിയ ഇന്ന് വീണ്ടും അവിടെ എത്തി ഈ ആനയെ വിശദമായി ഒന്നുകൂടി പരിശോധിക്കും. ഈ ആഹാര
ആഹാരം കൊടുക്കുന്നത്, ഈ പട്ട അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിലൊക്കെ പയ്യെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഒരു സന്തോഷമായി തന്നെ സൂചിപ്പിക്കാനുള്ളത്. പക്ഷെ എങ്കിൽ പോലും ഈ ആഴത്തിലുള്ള മുറിവാണ് ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത്. 30% ഡോക്ടർമാർ പറയുന്നതെങ്കിലും കൃത്യമായിട്ടുള്ള വിദഗ്ധമായിട്ടുള്ള ചികിത്സ തന്നെ ഉറപ്പിക്കാമെന്ന് കൂടി ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു കാഴ്ച, അതിരപ്പള്ളിയിൽ കണ്ട കാഴ്ചകളൊക്കെ വളരെ ഈ മയക്കുവടിയേറ്റ ആനയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എത്തിയ ആനയൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ വളരെ ഹൃദയഭേദകമായി തന്നെ നമുക്ക് തോന്നുകയും ചെയ്തു. ഒരു സൗഹൃദം എന്നൊക്കെ നമ്മൾ അതിനെ ഉപമിക്കുന്ന ഒരു തരത്തിലായിരുന്നു ആ സമയത്ത് അവിടെ കണ്ട കാഴ്ചകളൊക്കെ. എന്തായാലും വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിനൊടുവിലാണ് ഈ ആനയെ പിടികൂടുകയും പിന്നീട് കോടനാട് എത്തിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ആനയെ എത്രയും വേഗം ഈ ചികിത്സ ഉറപ്പാക്കി, നല്ലൊരു ചികിത്സ ഉറപ്പാക്കി അതിൻ്റെ മുറിവൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും വനവകുപ്പിൻ്റെ ഭാഗത്ത് നിന്നും ഒരുക്കിയിട്ടുണ്ട്. ആഴത്തിലുള്ള മുറിവ് എന്നുള്ളതാണ് ഇപ്പോഴുള്ള വെല്ലുവിളി. പക്ഷെ ശാന്തനായി തുടരുന്നത് ചികിത്സയൊക്കെ വളരെ ബുദ്ധിമുട്ടില്ലാതെ നടത്താൻ കഴിയുമെന്നൊരു വിശ്വാസത്തിൽ കൂടിയാണ്. അത് ഈ മയക്കം വിട്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ശാന്തനായി നിൽക്കുന്നത്, അതോ ഇനി ചികിത്സ തുടരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആന കാണിക്കുമോ എന്നതൊന്നും നമുക്ക് വരും മണിക്കൂറിലെ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും രാവിലെ തന്നെ ഡോക്ടർ അവിടെ എത്തി ആനയെ വിശദമായി പരിശോധിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് ചികിത്സകൾ തുടരുക എന്നുകൂടിയാണ് വനവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കോടനാട് അഭയാരണ്യത്തിലാണ് ഇന്നലെ അതിരപ്പള്ളിയിൽ നിന്ന് കൊണ്ടുപോയ ആനയുള്ളത്. ഇപ്പോൾ അവിടെ ചികിത്സ തുടരുകയാണ്. പക്ഷേ ആനയുടെ ആരോഗ്യനിലയിൽ വളരെ ആശങ്കകളുണ്ട്. 30% സാധ്യത മാത്രമേ ജീവിതത്തിലേക്ക് അത് തിരിച്ചു വരാനുള്ളൂ എന്നതാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത്. നവമി, ഇന്നലെ ഡോക്ടർ തന്നെ പറയുണ്ടായി, ഇത് കാട്ടിൽ വളരെ സാധാരണമാണ്. ഈ 2 ആനകൾ തമ്മിലുള്ള ഒരു പോര്, അതിനൊടുവിൽ ഒരു ആനയുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നതൊക്കെ ഒരു പ്രകൃതിയുടെ സന്തുലനത്തിന് വേണ്ടിയുള്ള ഒരു പോളിസിയാണ് എന്നൊക്കെ പറയുണ്ടായി. പക്ഷേ ഈ ആനയെ സംബന്ധിച്ച് ഇത് നമ്മുടെയൊക്കെ ഒരു ദൃശ്യ വലയത്തിൽ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുറിവുണ്ടായിരുന്നു, അത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് അതിനോടൊരു വലിയ സഹതാപവും ഒക്കെ തോന്നുന്നത്. സാധാരണ കാട്ടിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ആദ്യഘട്ടത്തിലെ ചികിത്സ കൃത്യമായി ഫലിക്കാതെ വരികയും പുഴു ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ വളരെ ശരിയായിരുന്നു, അങ്ങനെ തന്നെയായിരുന്നു കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്ന് തന്നെയാണോ ഡോക്ടർമാർ പറയുന്നത്? ഇന്നലെ തന്നെ ഡോക്ടർമാർ അത് വ്യക്തമാക്കിയതാണ്. കാരണം ആദ്യഘട്ടം ഇപ്പോൾ കാട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്, അതിൽ നമുക്ക് ചികിത്സ കൊടുക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കൂടി തന്നെയാണ്. ഈ അതിരപ്പള്ളി ജനവാസ മേഖലയിലൊക്കെ ഇത് കടന്നു വരികയും തീറ്റ തേടി വരികയും ഒക്കെ ചെയ്തപ്പോഴാണ് ഈ മുറിവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പിന്നീട് ന്യൂസ് 18 അടക്കം അത് വാർത്ത കൊടുക്കുകയും ചെയ്തിരുന്നത്. ഡോക്ടർമാർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവരൊരു ചികിത്സ കൊടുത്തു എങ്കിൽ പോലും അത് ഒരു ഫലപ്രദമായില്ല. കാരണം അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ്. ആ മരുന്നുകളൊക്കെ എത്രമാത്രം അതിന് ഫലപ്രദമാകുമെന്ന് വളരെ ഏറെ സംശയമുണ്ട്. അത് ആ മുറിവ് ആഴത്തിൽ കൂടി വരുന്നു, അല്ലെങ്കിൽ ആ മുറിവിന്റെ വ്യാപ്തി കൂടി വരുന്നു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഡോക്ടർമാർ പിന്നീട് ഈ ആനയെ പിടികൂടി കൃത്യമായിട്ടുള്ളൊരു ചികിത്സ നൽകണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും കഴിഞ്ഞ 2-3 ദിവസമായി അതിനെ നിരീക്ഷിക്കുകയായിരുന്നു. ഈ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്, ആനയുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതിനെ പിടികൂടുക, അവർക്കൊപ്പം ആരൊക്കെയുണ്ട്, ഒരു കൂട്ടമായി വരികയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള എങ്ങനെയാണ് ഇതിനെ ഒന്ന് കൂട്ടിലേക്ക് കയറ്റുക അല്ലെങ്കിൽ മയക്കുവടി വെക്കുക എന്നതിനെ സംബന്ധിച്ച് വലിയ ഒരു വിലയിരുത്തലും ചർച്ചകളും ആലോചനകളും ഒക്കെ നടത്തിയിരുന്നു. അതിനൊടുവിലാണ് ഇന്നലെ രാവിലെ ഈ ആനയെ മയക്കുവടി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഒത്തുവരികയും അതിനുശേഷം അത് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരികയും കുങ്കിയാനകളെ ഒക്കെ ഇറക്കിയാണ് ഈ ആനയെ ലോറിയിൽ കയറ്റി ഇവിടേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും ആനയുടെ മുറിവ് അത് ആഴത്തിലുള്ളതാണെന്ന് അന്ന് തന്നെ ഈ കണ്ട ഉടനെ തന്നെ ഡോക്ടർമാർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇനി അതിന് ഏത് വിധത്തിലുള്ള ചികിത്സ നൽകണം, എത്രമാത്രം അത് തിരിച്ചു ജീവിതത്തിലേക്ക് വരാനുള്ളൊരു സാഹചര്യമുണ്ട്, എത്ര മാസം ഈ ഒരു ചികിത്സ തുടരണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ചർച്ചകൾക്കൊടുവിൽ തീരുമാനിക്കുകയും ഈ ആനയെ പിടികൂടി തന്നെ അല്ലെങ്കിൽ ആനയെ കൃത്യമായി കൂട്ടിലടച്ച് തന്നെ ഇതിനൊരു
ചികിത്സ ഉറപ്പാക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് ഈ ഡോക്ടർമാരടങ്ങുന്ന സംഘം എത്തുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആനയെ പിടികൂടി ഇന്നലെ 11 മണിയോടുകൂടി തന്നെ കോടനാട് എത്തിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷെ അപ്പോഴും ആനയുടെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത അതൊരു 30%ത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഈ ഡോക്ടർമാർ പറയുന്നത് ഈ കാട്ടിലുള്ള ആനകൾക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാറുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ചരിഞ്ഞു പോകുന്നതൊക്കെ സ്വാഭാവികമാണ്. ഇത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ആനയ്ക്ക് എത്രയും വേഗം അതിൻ്റെ ഒരു മുറിവ് ഉണക്കിക്കൊടുത്ത് അല്ലെങ്കിൽ അതിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നതിലേക്ക് നിന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ആനയുടെ നെറ്റിയുടെ ഭാഗത്തായിട്ടുള്ള വലിയ ഒരു കുഴി രൂപത്തിൽ അത് ആ ഒരു വ്രണം ആയിട്ടുണ്ട്. അത് പുഴുവരിച്ച നിലയിലൊക്കെയാണ്. എന്തായാലും എത്രയും വേഗം ആനയെ ചികിത്സിച്ച് സുഖപ്പെടുത്താം എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഡോക്ടർമാർ നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെയൊക്കെ ഉടനീളം അവിടെ കോടനാട് എത്തിച്ചതിന് ശേഷവും ഡോക്ടർമാരുടെ ഒരു നിരീക്ഷണം 24 മണിക്കൂറും തുടരുന്നുണ്ടായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ആനയുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ ആന ആഹാരം എടുക്കുന്നു, തീറ്റ എടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ശുഭസൂചകമായി തന്നെ ഡോക്ടർമാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ വ്യക്തമാക്കുന്നത്. ഇന്ന് ഡോക്ടർമാർ വിശദമായി പരിശോധിച്ചിട്ട് ഏത് തരത്തിലുള്ള ചികിത്സ നൽകാം എന്നതായിരിക്കും ആദ്യമായി നടക്കുക. മുറിവുണക്കുക എന്നതോടൊപ്പം തന്നെ ഉള്ളിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അണുക്കൾ ഉണ്ടെങ്കിൽ അതിനെയും എത്രയും വേഗം പുറത്ത് ഇറക്കാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സ തന്നെയാണ് തുടരുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ആതിരപ്പള്ളിയിൽ നിന്ന് രക്ഷപ്പെടുത്തി കോടനാട് അഭയാരണ്യത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ചികിത്സയിലുള്ള ആനയുടെ ആരോഗ്യനിലയിൽ ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. 30% മാത്രമേ 1.5 മാസത്തോളം ചികിത്സ വേണം. അങ്ങനെ ഒരു ചികിത്സ കൃത്യമായി ഫലിച്ചാൽ പോലും ഏതാണ്ടൊരു 1.5 മാസത്തെ സമയം വേണം. അപ്പോഴും 30% സാധ്യത മാത്രമേ അത് ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ളൂ എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. ഇന്നലെ വൈകിട്ട് പാലക്കാട് നെല്ലിയാമ്പതി പുലയമ്പാറയിൽ കിണറ്റിൽ വീണ പുലിയെ രക്ഷിച്ചു. വൈകിട്ട് 4 മണിയോടെയാണ് പുലി കിണറ്റിൽ വീണത്. കിണറ്റിലേക്ക് ഒരു കൂട് തന്നെ ഇറക്കിയാണ് പുലിയെ കരയ്ക്ക് കയറ്റിയത്. RRT സംഘവും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തിയാണ് പുലിയെ രക്ഷിച്ചത്. പുലി എന്തായാലും പൂർണ്ണ ആരോഗ്യവാനാണ്. പറമ്പിക്കുളം വനമേഖലയിൽ പിന്നീട് ഈ പുലിയെ തുറന്നുവിട്ടു. കയറിട്ട് കൊടുത്തു, അതിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ശരി സാർ, കുറച്ചും കൂടെ താഴ്ത്തേണ്ടി വരും അല്ലേ? ഒരു പൊടിക്കും കൂടെ താഴ്ത്തിയാലേ അതിന്റെ വെയിറ്റ് കുറയുള്ളൂ. വെള്ളത്തിൽ പാതിയാണ്. വളരെ വൈരുദ്ധ്യമുള്ള കാഴ്ചകളാണ് പലപ്പോഴും നമ്മൾ കാണുക. ഇന്നലെ ഒരു വശത്ത് നമ്മൾ ആ കാട്ടാനയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു വശത്ത് ഒരു കാട്ടാന ഒരു മനുഷ്യൻ്റെ ജീവൻ എടുത്ത വാർത്തകളും വരുന്നുണ്ടായിരുന്നു. അതുപോലെയാണ് ഒരു പുലിയും കടുവയും ഒക്കെ മനുഷ്യനെയും മൃഗങ്ങളെയും വളർത്തുമൃഗങ്ങളെയും ഒക്കെ ആക്രമിക്കുകയും ഇപ്പോൾ കടുവയൊക്കെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ മറുവശത്ത് മനുഷ്യൻ ആ ജീവിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഇടയിൽ ഈ വൈരുദ്ധ്യത്തെക്കാളും വലിയ വൈരുദ്ധ്യം ചിലപ്പോൾ നമ്മുടെ ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു വിചിത്ര നിലപാടുമായാണ് ഇപ്പോൾ വനം മന്ത്രി രംഗത്തെത്തുന്നത്. വനം മന്ത്രി AK ശശീന്ദ്രൻ ഇന്നലെ ന്യൂസ് 18നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മുന്നറിയിപ്പുകൾ അവഗണിക്കുമ്പോഴാണ് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ്. സംഭവങ്ങൾ പലതും നടക്കുന്നത് കാടിനുള്ളിലാണ്. വനം വകുപ്പിന്റെ ഭാഗത്ത് യാതൊരു വീഴ്ചയുമില്ല. ഇതിലെ പരാതികളിൽ പലതും വികാരപരമായ സാഹചര്യങ്ങളിൽ നിന്നുണ്ടാവുന്നതാണ്. പരിഹാരത്തിനെന്ന് പറഞ്ഞ് നടക്കുന്ന പല ചർച്ചകളും പോസിറ്റീവ് അല്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ന്യൂസ് 18 Q18 AK ശശീന്ദ്രന്റെ ഇത്തരം പരാമർശങ്ങൾ.
വനം കയ്യേറ്റമാണോ ഇതിന്റെ എല്ലാം കാതലായിട്ടുള്ള കാരണം? അത് തുറന്നു പറയാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയാത്തതാണ്. കാട്ടിൻ്റെ സമീപത്തോടു കൂടിയോ ഉൾക്കാടുകളിലേക്കോ പോകുന്ന റോഡുകളിലാണല്ലോ ഇത് സംഭവിക്കുന്നത്. അവിടെ പോകുമ്പോൾ മുന്നറിയിപ്പുകൾ നമ്മൾ കൊടുത്തിട്ടില്ലേ, ബോർഡുകൾ വെച്ചിട്ടില്ലേ? ആരെങ്കിലും അനുസരിക്കുന്നുണ്ടോ? അല്ല, ഈ കാട്ടാന വന്ന് ചവിട്ടിക്കൊന്നതും കടുവ പിടിച്ചതും പുലി ഇറങ്ങിയതും ഒക്കെ ഈ അതിർത്തി റോഡുകളിലാണോ? ആണല്ലോ. കൃഷിയിടങ്ങളിൽ വരികയും ഇപ്പോൾ ഒരു കൃഷിയിടങ്ങളിൽ തൊട്ടാണല്ലോ ഈ കാടുള്ളത്. കാടും കൃഷിയിടങ്ങളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ? ഈ കടുവ പിടിച്ചൊരു സ്ത്രീ മരിച്ച സംഭവത്തിൽ വനം വകുപ്പ് അവിടെ ലൈറ്റ് പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പലതവണ പറഞ്ഞു, അതുപോലും ചെയ്തില്ല എന്നൊക്കെയുള്ള ചെറിയ ചെറിയ വീഴ്ചകളാണ്. ലൈറ്റ് ഇടണമെന്ന് ആര് പറഞ്ഞു? ആരോട് പറഞ്ഞു? എപ്പോൾ പറഞ്ഞു? നാട്ടുകാർ ആ രീതിയിലുള്ള അത് അവിടെ പറയാൻ വികാരപരമായി പറയാം. അപ്പോൾ ഞാൻ ആ വികാരം പറയുമ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറയാമെന്നല്ലാതെ നമ്മൾ അവിടെ ലൈറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് ഇട്ടില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഈ വരുന്ന പരാതികൾ പലതും വികാരപരമായ സാഹചര്യത്തിൽ പ്രചരണത്തിൻ്റെ ശക്തി കൊണ്ട് വരുന്നു പോകുന്ന കുറേ കാര്യങ്ങൾ. എന്നാൽ ആ വികാരമുണ്ടാക്കാനിടയായ സാഹചര്യത്തെ ഞാൻ ന്യായീകരിക്കുന്നു. അത് സാഹചര്യമുണ്ട്, അത് അവരുടെ ഭാഗത്താണ് ഞാൻ. പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സാഹചര്യം ഉണ്ടാക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യമാണ്. അത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ്. അതിന് നമ്മൾ പണം അനുവദിച്ചില്ലേ, അനുവാദം കൊടുത്തില്ലേ, ടെൻഡർ വെച്ചില്ലേ? ടെൻഡർ എടുക്കാൻ ആൾ വരാതെ എന്നാൽ ഒരു പ്രാവശ്യം ക്യാൻസൽ ചെയ്ത് 3 പ്രാവശ്യം ചെയ്യണമെന്നല്ലേ നിലവിലുള്ള വ്യവസ്ഥ? അല്ല, ഇനി ഞാൻ അതിനും കൂടെ ഒന്ന് പറയാം. ഇതിനു മുമ്പൊരു വനം വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടതാണെന്ന്. അതിനെക്കുറിച്ച് എന്താ നിങ്ങൾ മൗനം പാലിക്കുന്നത്? അവിടെയാണ് പിന്നെ നമുക്ക് ഒരു പോസിറ്റീവ് അല്ല എന്ന് തോന്നിപ്പോകുന്നത്. നമ്മളെ ചർച്ചകൾ പോസിറ്റീവാകണം. എങ്ങനെ പരിഹരിക്കാം? എന്തായാലും കൂടുതൽ ചർച്ചകൾ ഈ വിഷയത്തിൽ, കൂടുതൽ ചർച്ചകളും കൂടുതൽ പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ഇക്കാര്യത്തിൽ വികാരപരമായ പരാതികൾക്കപ്പുറത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നത് നമ്മളൊക്കെ പലപ്പോഴും കാണുന്നതാണ്. എന്തായാലും മന്ത്രിയുടെ ഈ വാക്കുകൾ പൊതുസമൂഹത്തിന് മുന്നിലേക്കാണ് വരുന്നത്. വലിയ രീതിയിൽ ഇത്തരം വന്യജീവി ആക്രമണങ്ങളിൽ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് മുന്നിലേക്കാണ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ അക്കാര്യം കൂടുതൽ ചർച്ചയാവുമെന്ന് ഉറപ്പാണ്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ആശാ വർക്കർമാരുടെ സമരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന സമരം 11ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഇന്ന് വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ രാവിലെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് പ്രതിഷേധത്തിൻ്റെ മഹാസംഗമം നടക്കും. വിവിധ പ്രതിപക്ഷ സംഘടനകൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഒരു സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തെ രക്ഷപ്പെടുത്തിയവരാണ് അവർ. നമ്മുടെയൊക്കെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും സാധാരണക്കാരായ സ്ത്രീകളാണ്. അവരുടെ ജീവിക്കാനുള്ള അവകാശം, മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി മാത്രമാണ് അവരിങ്ങനെ ഒരു സമരത്തിൽ 11ാം ദിവസവും അവിടെ തുടരുന്നത്. ഇന്നാവുമ്പോഴത്തേക്ക് 10 ദിവസം കഴിഞ്ഞ് ഇന്ന് 11ാമത്തെ ദിവസം ആവുമ്പോഴേക്ക് സമരത്തിൻ്റെ ഒരു തീവ്രത കൂടുന്നുണ്ടോ? ഏത് തരത്തിൽ ഇനി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ആലോചിക്കുന്നത്? ഇന്നലെ വന്ന PSC ജീവനക്കാരുടെ ശമ്പളം പുതുക്കലൊക്കെ അവരെങ്ങനെയാണ് കേൾക്കുന്നത്? ഇടയിലാണ്, വലിയ വിമർശനങ്ങൾക്ക് ഇടയിലാണ് ആശാ വർക്കർമാരുടെ സമരം 11ാം ദിവസത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് ഈ മഹാസംഗമം, അതായത് 14 ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആശാ വർക്കർമാർ രാവിലെ 10 മണിയോടെ ഇവിടേക്ക് എത്തുമെന്നാണ് ഈ സംഘടനയുടെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധികൾ തന്നെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവർ സർക്കാരിന് മുമ്പിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം, അതായത് ഈ ഓണറേറിയം പ്രഖ്യാപിക്കുക എന്നതിനപ്പുറത്തേക്ക് വിരമിക്കലിനൊപ്പം ആനുകൂല്യങ്ങൾ കൂടി പ്രഖ്യാപിക്കുക. ഈ ആവശ്യങ്ങളിൽ ഒരു ഇടപെടൽ ഉണ്ടാകാതെ സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയില്ല എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശാ വർക്കർമാർ. അതിന് പിന്തുണയുമായി പ്രതിപക്ഷ സംഘടനകൾ കൂടി രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ സാഹചര്യത്തിലാണ് സമരം ഇങ്ങനെ തുടരുന്നത്. ഇന്നിപ്പോൾ 11 ദിവസമേ ആകുകയാണ്. എങ്ങനെയായിരിക്കും തുടർന്നുള്ള അതായത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒത്തുതീർപ്പുണ്ടായിട്ടേ നമ്മൾ പിന്മാറുള്ളൂ. ഒത്തുതീർപ്പ് ഉണ്ടാവണം. നമ്മളെ എന്തുകൊണ്ട് അവർ അംഗീകരിക്കുന്നില്ല? അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഞങ്ങളെ അംഗീകരിച്ചിട്ട് ആൾ കൂട്ടാനും അവർ ഏത് പ്രോഗ്രാം മന്ത്രിമാർ വെച്ചാലും ആശമാരെ ആദ്യം കൂട്ടണം. എന്ന് വെച്ചാൽ ആശമാർക്ക് ഒരു ചെലവില്ല. ഞങ്ങൾക്ക് ഒരു TA പോലും ഇല്ല. ഞങ്ങളെ കയ്യിൽ നിന്ന് ബസ് കൂലി കൊടുത്ത് ഞങ്ങൾ ആ വേദികളിൽ വരണം.
ഇന്നലെ നിരുപാധികം ഓണറേറിയം പ്രഖ്യാപിച്ചേക്കുകയാണ്. ഇന്ന് 3 ദിവസമായി ഓണറേറിയം പ്രഖ്യാപിച്ചിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ അക്കൗണ്ട് വന്നിട്ടില്ല? ഇത്രയധികം ആളുകൾ ഉള്ളതുകൊണ്ട് അക്കൗണ്ടിലേക്ക് എത്താനുള്ള ഒരു സ്വാഭാവിക കാലതാമസമാണ്. PSC ചെയർമാൻമാർക്ക് ഇന്നലെ ശമ്പളം കൂട്ടി, ലക്ഷങ്ങൾ കൂട്ടി. ഞങ്ങൾക്ക് ഈ 7000 രൂപ അക്കൗണ്ട് വരെ അവർക്ക് ബുദ്ധിമുട്ട് കാണിക്കണമെങ്കിൽ അവർക്ക് എങ്ങനെ കൊടുക്കും? ഞങ്ങൾക്ക് ഈ തുച്ഛമായ പിച്ചക്കാശാണിത്. അത് തരാൻ അവർക്ക് മന്ത്രിമാർക്ക് പറ്റുന്നില്ല. ലക്ഷങ്ങൾ 2 ലക്ഷത്തിന് ശമ്പളം വാങ്ങിക്കുന്നവർക്ക് വീണ്ടും അതിന്റെ പുറത്തു കൂടെ 1,60,000 രൂപ വരെ ഒരു ദിവസം കൊണ്ട് അവർ കൂട്ടിയെങ്കിൽ ഞങ്ങളെ പോലെയുള്ളവർ എന്ത് ചെയ്യണം? എല്ലാ പ്രാവശ്യവും സമരം നടത്തി മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ, ഓണറേറിയം കിട്ടിയിട്ടുള്ളൂ. അത് പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പണം ആശാ വർക്കർമാർക്കൊക്കെ ലഭിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണെന്നാണ്. ഭയങ്കര കഷ്ടമായി പോയി. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ചെലവ് കൂടിയ സ്ഥലവും. 7000 രൂപ കൊണ്ട് ഈ പറയുന്നവരാരെങ്കിലും ജീവിക്കാൻ പറ്റുമോ? അവരുടെ ഒരു ദിവസത്തെ ചെലവായോ ഇത്? 7000 രൂപ എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്കുള്ള ചെലവാണോ? പിന്നെ എന്തിനാ ഇവര് പറയുന്നത് 3 മാസം കൊണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കുക? നമ്മളെങ്ങനെ ജീവിക്കും പറയൂ. അപ്പൊ സമരം തുടരാൻ തന്നെയാണ് നമ്മൾ പറഞ്ഞ ഡിമാൻഡുകൾ തീർക്കാതെ ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല. അതിലൊരു വിട്ടുവീഴ്ചയില്ല. കാരണം ഇനി അവരുടെ ഈ നാടകം നടത്താൻ പറ്റൂല. അയച്ചെന്ന് പറഞ്ഞാൽ എന്താ ഇന്റർനെറ്റിന്റെ യുഗമില്ലേ? എന്തുകൊണ്ട് ഇതുവരെ വന്നില്ല പൈസ? അല്ലാത്ത ദിവസം ഞങ്ങൾ സമരം നടത്തണതിന്റെ വന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ എത്തുമ്പോൾ വരുമല്ലോ. ഇപ്പൊ 3 ദിവസം കൊണ്ട് വന്നിട്ടില്ലല്ലോ പൈസ. ഇത് ഞങ്ങളെ ഇവിടെ നിന്ന് ഓട്ടിക്കാനില്ല. ഇതുവരെ അവർ പറഞ്ഞ അനാവശ്യ സമരമാണെന്ന്. എന്നാൽ നമുക്ക് ഇതാണെന്ന് നോക്കാം. 11 ദിവസമായില്ലേ ഇന്ന്? 11 ദിവസം കൊണ്ട് ഈ കൊതുകുലിയും കൊണ്ട് ഇവിടെ കിടക്കയില്ലേ? ഈ പട്ടാപ്പകല് ഞങ്ങൾക്ക് വണ്ടിക്കൂലിയും കൊടുത്ത് ഇവിടെ എത്തേണ്ട സമയമില്ല. അതുകൊണ്ട് എന്തായാലും സ്ഥിരം കിടക്കുകയാണ്. ഇനി ഇങ്ങനെ തന്നെ പോട്ടെ. ഒരു ദിവസം ഈ വെയിൽ കൊള്ള അവർ പുറത്തിറങ്ങി നിൽക്കുമോ? നമ്മുടെ കരം വാങ്ങിച്ചിട്ടല്ലേ അവർ അകത്ത് കയറിയിരിക്കുന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് നോട്ട് വാങ്ങിയിട്ടല്ലേ അവർ അകത്ത് കയറിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു ദിവസം അവർ ഈ വെയിലത്ത് ഈ കൊതുകടി കൊണ്ട് രാത്രി ഒരു ദിവസം അവരെ കൊണ്ട് പറ്റുമോ? 11 ദിവസമായില്ല. എന്തെങ്കിലും ഒരു കണ്ണിച്ചോരുണ്ടെങ്കിൽ അവർ ചെയ്യൂലേ? അത് ഒരു 10 മിനിറ്റ് ഒരു വെയിൽ കൊള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പ്രതിഷേധം ഉയരുന്നത്. അതായത് ഈ സമരത്തിലെ ആവശ്യങ്ങൾ കൃത്യമായി പരിഗണിക്കാതെ അതിൽ അനുഭാവപൂർണമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകാതെ സമരം അവസാനിപ്പിക്കുകയില്ല, അത് ശക്തമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് കേരള സ്റ്റേറ്റ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ 11ാം ദിനത്തിലേക്ക് ഈ അനിശ്ചിതകാല സമരം കടക്കുന്നത്. രാവിലെ 10 മണിയോടെയായിരിക്കും വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കർമാർ ഇവിടേക്ക് എത്തുക. 11 മണിക്ക് ഇവിടെ അതിന്റെ പ്രതിഷേധ സംഗമം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഡാൻ, ഇവരുടെ ആവശ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ സർക്കാർ ആദ്യഘട്ടത്തിൽ അംഗീകരിച്ച ഒരു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ മറ്റാവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവരുടെ പിരിഞ്ഞു പോകുമ്പോഴത്തെ പൈസ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അക്കാര്യങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് ഇന്നലത്തെ വാർത്തകൾ അനുസരിച്ച് ആരോഗ്യവകുപ്പ് ചർച്ച നടത്താൻ സന്നദ്ധമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ മഹാസംഗമത്തിലേക്കൊക്കെ വരുമ്പോൾ ഈ സമരം ശക്തി പ്രാപിക്കുകയും അതിന് പ്രതിപക്ഷ പിന്തുണയും കിട്ടുന്നതൊക്കെ സർക്കാരും ആരോഗ്യവകുപ്പും അറിയുന്നില്ലേ? എന്തെങ്കിലും ഒരു തുടർ ചർച്ചകൾക്കുള്ള മുൻകൈ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ? അത് ഉണ്ടാകുമെന്നും തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തന്നെ അതിന് മുൻകൈയെടുത്ത് ഈ ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ചർച്ചകൾ നടത്തിയത് കൊണ്ട് മാത്രമായില്ല. ഇതിനോടകം 2 തവണ ഈ പ്രതിഷേധക്കാരുമായി മന്ത്രി തന്നെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞില്ല എന്നതാണ് എടുത്തു പറയേണ്ടുന്നത്. അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അവരുടെ ന്യായമായ ആവശ്യങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുമെന്ന് പറഞ്ഞ് അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഇന്നലെ ഈ ഓണറേറിയം നിരുപാധികമായി ഉപാധികളൊന്നുമില്ലാതെ ഓണറേറിയം പ്രഖ്യാപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. പക്ഷേ അവിടെയും വഴങ്ങുന്ന ഒരു സമീപനമല്ല സമരക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അവർ എല്ലാ ആവശ്യങ്ങളിലും കൃത്യമായ ഇടപെടൽ ഉണ്ടാകാതെ പ്രതിഷേധം അവസാനിപ്പിക്കുകയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് സർക്കാരിന് വലിയൊരു സമ്മർദ്ദം ഈ ഒരു വിഷയത്തിൽ നേരിടേണ്ടി വരും. കാരണം വരുന്ന നിയമസഭാ സമ്മേളനം വീണ്ടും മാർച്ച് 3-ാം തീയതി മുതൽ പുനരാരംഭിക്കുകയാണ്. അതിനു മുൻപ് ഈ സമരം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ അത് വലിയ തരത്തിൽ സഭയ്ക്കകത്തും ചർച്ചയാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അനുനയ നീക്കങ്ങളുടെ ഭാഗമായി വീണ്ടും ഒത്തുതീർപ്പ് ചർച്ചകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കാനുള്ള സാധ്യത ഉയരുന്നത്. ഡാൻ, ഇപ്പോ അവർ ആശാ വർക്കർമാർ സംസാരിക്കുമ്പോൾ നമ്മളോട് പറയുണ്ടായി PSCക്കാർക്ക് ഇത്രയും ശമ്പളമുള്ളപ്പോൾ അത് വീണ്ടും അത് ഉയർത്താൻ ഇവർക്ക് പ്രശ്നമില്ല, ഞങ്ങളുടെ ശമ്പളം ചെറുതായി ഒന്ന് മാറ്റാൻ പറയുമ്പോഴാണോ അവർക്ക് പ്രശ്നം എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു പക്ഷേ സർക്കാർ ഉത്തരം പറയേണ്ടി വരുന്ന വലിയൊരു ചോദ്യമാണത്. ഇത് സമൂഹത്തിലുടനീളം അത് ചർച്ചയാവും. കാരണം ഏറ്റവും അടിസ്ഥാന ജോലി ചെയ്യുന്ന, അടിസ്ഥാനപരമായി ശമ്പളം വാങ്ങുന്ന ഒരു കൂട്ടം ആളുകളുടെ സമരം നടക്കുന്ന അതേ സമയത്താണ് PSCയിലെ ഈ ശമ്പള വർധന വരുന്നത്.
ഈ സർക്കാരിൻ്റെ ആ ഒരു നടപടി എത്രത്തോളം ഇവർക്ക് പ്രകോപനം കൂട്ടിയിട്ടുണ്ട് വാസ്തവത്തിൽ? അത് യഥാർത്ഥത്തിൽ ഇതിന് വലിയ തരത്തിൽ ഈ വിഷയം ചർച്ചയായി മാറിയതിന് പിന്നാലെ തന്നെ അതിന്റെ പ്രകമ്പനങ്ങൾ ഈ സമരപന്തലിൽ കണ്ടു തുടങ്ങിയതാണ്. കാരണം ഏറെ ദിവസങ്ങളായി അവർ പൊരിവെയിലത്തിരുന്ന് ഒരു ന്യായമായ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അത് അനാവശ്യ സമരമെന്ന് പറഞ്ഞിരുന്ന അതേ സർക്കാർ തന്നെ ഈ PSC അംഗങ്ങളുടെ ശമ്പളം നിരുപാധികം വർദ്ധിപ്പിക്കുകയും ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലധികം ചെയർമാനും അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാർത്ത പുറത്തു വന്നതിനോട് വൈകാരികമായിട്ടല്ലാതെ അവർക്ക് പ്രതികരിക്കാൻ കഴിയുമായിരുന്നില്ല. അതുതന്നെയാണ് ഈ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ വാക്കുകളിൽ നിറയുന്നതും. അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇനിയും തുടരുമെന്ന് പറയുന്നത്. ഈ PSC അംഗങ്ങളുടെ ശമ്പളം വലിയ തോതിൽ കൂട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സമരം ഇങ്ങനെ തുടരുന്നത്. അങ്ങനെയാണെങ്കിൽ അതുകൂടി ഈ സമരത്തിന്റെ ഭാഗമായി നിങ്ങൾ മുമ്പോട്ട് വെക്കുമോ? ഞങ്ങൾ നേരത്തെ സമരം തുടർന്നു. PSC ഇപ്പോഴല്ലേ ഇന്നലെയല്ലേ അവർ ശമ്പളം കൂട്ടിയത്. അപ്പൊ അവർക്ക് ഇവരുടെ കയ്യിൽ ഇപ്പൊ കാശില്ലെന്നല്ലേ മന്ത്രി പറയുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ ഇപ്പൊ PSCക്ക് ശമ്പളം ഇത്രയും കൂട്ടിയല്ലോ. അപ്പൊ പാവപ്പെട്ട ഞങ്ങൾ ഇങ്ങനെ കിടന്ന് ഈ 233 രൂപ ഒരു ദിവസം തന്നാൽ ഞങ്ങൾക്ക് എന്തോന്നിനുണ്ട്? അത് ഈ മന്ത്രിക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണോ ഈ പാവപ്പെട്ട ഞങ്ങളിങ്ങനെ ഈ പൊരി വെയിലത്ത് കിടന്ന് ഈ സമരം ചെയ്തിട്ട് പോലും അവരെ ഒന്നും മനസ്സലിയാത്തത്? ഇത്രയും കഠിനമായ മനസ്സുള്ള ഒരു മന്ത്രിയാണെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയായി പോയി. അവർക്ക് ഇനിയെങ്കിലും ഇന്ന് 11ാം ദിവസമായി ഞങ്ങൾ ഈ പൊരി വെയിലത്ത് ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ അച്ഛൻ അമ്മ രോഗികളായ എല്ലാവരെയും ഇട്ടെറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പൊരി വെയിലത്ത് വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങൾക്ക് നീതിക്ക് വേണ്ടിയിട്ടാണ്, ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞങ്ങൾ ഇവര് തരുന്ന ഈ നക്കാപ്പിച്ച പൈസയും മാച്ചും കൊണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് പോകാം. പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കാൻ മറ്റൊരു മാർഗമില്ല. 18-20 വർഷക്കാലം കൊണ്ട് ഞങ്ങളുടെ യൗവനകാല ജീവിതം മുഴുവനും സർക്കാരിന് വേണ്ടി ഞങ്ങൾ ജീവിച്ചതാണ്. ഇനി ഈ വയസ്സാം കാലത്ത് ഞങ്ങൾ ആരുടെ മുമ്പിൽ കൈനീട്ടിക്കൊണ്ടു പോകും? ഈ മന്ത്രിയുടെ മുമ്പിലല്ലാതെ ഞങ്ങൾക്ക് ഒരിടത്തും പോയി കൈനീട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് മന്ത്രി മനസ്സലിഞ്ഞേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ നീതി കിട്ടിയേ പറ്റുള്ളൂ. അത് കിട്ടും വരെ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് പ്രതിഷേധം തുടരുന്നത്. അവരുടെ വാക്കുകളിൽ എത്രയും ഉറച്ച തലത്തിലാണോ അവർ ആ കാര്യം പ്രകടിപ്പിക്കുന്നത്, അതുപോലെ തന്നെയാണ് അവരുടെ തീരുമാനവും. ഏത് തരത്തിലുള്ള ചർച്ചകൾ നടന്നാലും ഒത്തുതീർപ്പിന്റെ ഭാഗമായി മുമ്പോട്ട് വെച്ച ആവശ്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം അങ്ങനെ തന്നെ തുടരാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഈ സമരം 11ാം ദിവസത്തിലേക്ക് കടക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആശാ വർക്കർമാർ നടത്തിവരുന്ന സമരം ഇന്ന് 11ാം ദിവസത്തിലാണ്. ഇന്ന് സംസ്ഥാനത്തുടനീളമുള്ള ആശാ വർക്കർമാരുടെ പ്രതിഷേധ മഹാസംഗമമായി ഇന്നത്തെ ദിവസം ആചരിക്കാനാണ് അവർ ആലോചിക്കുന്നത്. അതിനായി സംസ്ഥാനത്തെമ്പാടും നിന്നുമുള്ള ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുന്നുമുണ്ട് ഇന്നത്തെ ദിവസം. അതേസമയം ഈ ആശാ വർക്കർമാർ നടത്തിവരുന്ന സമരത്തിനെതിരെ മരട് സ്വദേശി N. പ്രകാശ് നൽകിയ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ നടപ്പാതയും റോഡും കയ്യേറി നടത്തിയ രാപ്പകൽ സമരം കോടതി ഉത്തരവിന്റെ ലംഘനമാണ് എന്നാണ് ഹർജിക്കാരന്റെ വാദം. ഈ സമരം ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തലയ്ക്കും ആശാ വർക്കർമാരുടെ നേതാക്കൾക്കുമെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യം. ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ, ജസ്റ്റിസ് S. മനു എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി ഇന്ന് പരിഗണിക്കുക. CPM-ന്റെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്റെ കരടിന് ഇന്ന് സംസ്ഥാന സമിതി ഇന്ന് അംഗീകാരം നൽകും. സംഘടനാ റിപ്പോർട്ടിനൊപ്പം പുതുക്കിയ നവകേരള വികസന രേഖയും സമ്മേളനത്തിൽ വയ്ക്കും. എറണാകുളം സംസ്ഥാന സമ്മേളനത്തിലാണ് നവകേരള വികസന രേഖ CPM അവതരിപ്പിച്ചത്. അടുത്ത മാസം 5-ന് കൊല്ലം ആശ്രാമം മൈതാനത്ത് CPM സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയരും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, 2ാം പിണറായി സർക്കാരിന്റെ അവസാന ടേമിലേക്ക് കടക്കുന്ന സമയത്ത് കൂടിയാണ് ഈ സംസ്ഥാന സമ്മേളനം വരുന്നത്. സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്ക് എതിരെ കൂടി ഒരുപാട് വിമർശനങ്ങളൊക്കെ ഈ ജില്ലാ സമ്മേളനങ്ങളൊക്കെ ഉയർന്നു കേട്ടിരുന്നു. അപ്പോൾ ഈ അവസാന കരട് പ്രമേയത്തിൽ എന്തൊക്കെ ഉണ്ടാകും? പുതിയ കേരളത്തിനായി നവകേരള വികസന പദ്ധതി അതിലെന്തൊക്കെ ഉണ്ടാകും? ഈ രീതിയിലുള്ള ചർച്ചകളൊക്കെ സജീവമാണോ? വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടോ? ശ്രീജ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊന്നും നമുക്ക് ഔദ്യോഗികമായി ഇതുവരെ ലഭിച്ചിട്ടില്ല. വരുന്ന 5-ാം തീയതിയാണ് സംസ്ഥാന സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നത് കൊല്ലത്ത്. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലാ സമ്മേളനങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട രേഖ സമ്മേളനത്തിൽ വെക്കാൻ ഒരുങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന്
CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഇത് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകാൻ പോകുന്നത്. സംഘടനാ റിപ്പോർട്ടിന്റെ കരടും ഇന്നത്തെ യോഗത്തിൽ അവതരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാകും വിശദാംശങ്ങൾ എന്നതിനെക്കുറിച്ച് അല്പം കൂടി കഴിയുമ്പോൾ നമുക്കൊരു വ്യക്തത ഒരുപക്ഷെ കൈവന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. രാജ്യത്ത് CPM ഭരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഭരണം നിലനിർത്തേണ്ടത് CPMനെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു കാര്യമാണ്. പക്ഷേ ഏത് വിധേനയും ഇടതുപക്ഷത്തെ താഴെയിറക്കുന്നതിന് വേണ്ടിയായിട്ടുള്ള നീക്കങ്ങളുമായി പ്രതിപക്ഷവും സജീവമായി രംഗത്തുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളും അത്രത്തോളം ഗൌരവമുള്ളതായി മാറുന്നത്. സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നതിനൊപ്പം ഇനി വരുത്തേണ്ട മാറ്റങ്ങൾ കൂടി സമഗ്രമായി തന്നെ ചർച്ച ചെയ്യപ്പെടും. അവിടെ ഈ ആത്മപരിശോധനയ്ക്ക് CPM തയ്യാറാകുമോ, വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന കാര്യങ്ങളിൽ ഒരു അടിയന്തരമായ തിരുത്തലിന് തയ്യാറാകുമോ എന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. എന്തായാലും അതിലേക്കൊക്കെ വഴി നയിക്കുന്ന ഒരു കരട് രേഖയ്ക്കായിരിക്കും ഇന്ന് അംഗീകാരം നൽകുക. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. സംസ്ഥാന സമിതിയായിരിക്കും ഈ വിഷയത്തിൽ കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകുക. മറ്റു വാർത്തകളിലേക്ക് പോകാം. സർക്കാരിലും മുന്നണിയിലും വിവാദമായ വൻകിട മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകാൻ LDFന്റെ അനുമതി. CPIയും RJDയും എതിർവാദങ്ങൾ ഉന്നയിച്ചിട്ടും മന്ത്രിസഭാ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ ശക്തമായ നിലപാടാണ് ചർച്ചയുടെ ഗതി തന്നെ തിരിച്ചുവിട്ടത്. ആക്ഷേപങ്ങളില്ലാതെ സർക്കാർ പദ്ധതി നടപ്പാക്കുമെന്ന് മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. 3 മണിക്കൂറിലേറെ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് LDF നേതൃയോഗം മദ്യനിർമ്മാണശാല പദ്ധതിക്ക് പച്ചക്കൊടി വീശിയത്. സ്വന്തം പാർട്ടി ആസ്ഥാനത്ത് നടന്ന മുന്നണി യോഗത്തിൽ ആതിഥേയനായിരുന്നിട്ടും പദ്ധതിയോടുള്ള എതിർപ്പ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉന്നയിച്ചു. കുടിവെള്ളം, കൃഷിക്കാവശ്യമായ വെള്ളം എന്നിവയ്ക്ക് ക്ഷാമം നേരിടുമെന്നതിലായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ എതിർപ്പ്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പദ്ധതി വേണ്ടെന്ന് വെക്കണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. പദ്ധതിയുടെ സംരംഭകർ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ലംഘനം നടത്തുന്നതടക്കം ചൂണ്ടിക്കാട്ടി RJDയും എതിർത്തു. എന്നാൽ മന്ത്രിസഭ തീരുമാനിച്ച വിഷയത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രി ശഠിച്ചു. MV ഗോവിന്ദനും മുഖ്യമന്ത്രിയുടെ വാദത്തെ പിന്താങ്ങി. ഇതോടെ മുന്നണിയാകെ ആ തീരുമാനത്തിലേക്ക് വന്നു. ആക്ഷേപങ്ങളില്ലാതെ പദ്ധതി നടത്തണമെന്നാണ് മുന്നണിയുടെ നിർദ്ദേശം. കിഫ്ബി റോഡുകൾക്ക് യൂസർ ഫീ ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തതല്ലാതെ ഇതിൽ വിശദമായ ചർച്ച നടന്നില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നേരിട്ട് ഹൈക്കമാൻഡിനെ കാണാൻ മുസ്ലിം ലീഗിന്റെ നീക്കം. കോൺഗ്രസിലെ തർക്കങ്ങൾ UDFന്റെ സാധ്യതകളെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ലീഗിന്റെ നടപടി. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന ലീഗ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായത്. CV അനുമോദ് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ലീഗിന് കുറേ കാലമായി ഈ മുന്നണിക്കകത്ത് നിൽക്കുമ്പോൾ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ മുന്നണിയുടെ സാധ്യതകളെ ബാധിക്കുന്നു എന്നൊരു അഭിപ്രായം അവർക്ക് വലിയ രീതിയിൽ തന്നെയുണ്ട്. പലപ്പോഴും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴൊക്കെ അവർ അത് പ്രകടിപ്പിക്കാറുമുണ്ട്. ഇതിപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് നേരിട്ട് ഹൈക്കമാൻഡിൽ തന്നെ പോയി പറയേണ്ടി വരും എന്നൊരു നിലപാടിലേക്ക് ലീഗ് അറ്റ കൈയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം എന്താണ്? ഗുഡ് മോർണിംഗ് ശ്രീജ. ഇന്നലെ ലീഗിന്റെ നിർണായക യോഗമായിരുന്നു, സംസ്ഥാന നേതൃയോഗമായിരുന്നു. MLA മാരും സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളൊക്കെ പങ്കെടുത്ത യോഗമായിരുന്നു. അതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് വരുന്ന മാസത്തെ റമസാൻ റിലീഫും അതുപോലെ തന്നെ തദ്ദേശഭരണ ഒരുക്കങ്ങളാണെങ്കിൽ പോലും ഏറ്റവും അധികം സജീവമായി ചർച്ച ചെയ്ത വിഷയങ്ങളൊന്ന് UDFലെ പ്രശ്നങ്ങളാണ്. കോൺഗ്രസിന് ഈ പാർട്ടിക്ക് അകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഏറെ കാലതാമസം എടുക്കുന്നുണ്ട്. പലപ്പോഴും അത് എതിരാളികൾ മുതലെടുക്കുന്ന സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ LDFനെ നമുക്ക് ഇലക്ഷന് തോൽപ്പിക്കാമെന്ന് UDF കണക്കാക്കുന്ന ഒരു സാഹചര്യം. ആ ഘട്ടത്തിൽ കോൺഗ്രസിലെ ആഭ്യന്തര തർക്കം കാരണം തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യാതെ വരുമോ എന്നൊരു ആശങ്കയാണ് ലീഗ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളത്തിലെ നേതാക്കൾ കഴിയാത്ത സാഹചര്യത്തിൽ അത് ഹൈക്കമാൻഡ് തന്നെ പരിഹരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഗൗരവം ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ലീഗിൻ്റെ നിലപാട്. ആവശ്യമെങ്കിൽ ഹൈക്കമാൻഡുമായിട്ട് നേരിൽ ഒരു കൂടിക്കാഴ്ച നടത്തി ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കണമെന്നൊരു നിർദ്ദേശം ലീഗ് വെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രത്യേകിച്ച് അടുത്തിടെ ഉണ്ടായ വിഷയങ്ങളിലൊക്കെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള
തർക്കങ്ങൾ, അതുപോലെ ശശി തരൂരിൻ്റെ ലേഖനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ, ഇതൊക്കെ തന്നെ വളരെ വേഗത്തിൽ പരിഹരിക്കേണ്ടതായിരുന്നു. പക്ഷേ അവിടെയൊക്കെ സംസ്ഥാന നേതൃത്വം ഈ പ്രശ്നം വലിയ തോതിൽ ചർച്ചയായി വഷളായിട്ടതിന് ശേഷമാണ് അവർക്ക് ഇതിൽ ഇടപെടാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇടപെടേണ്ട സമയത്ത് അവർ ഇടപെടുന്നില്ല. അതാണ് ലീഗിൻ്റെ ഒരു പ്രധാന വിമർശനമുള്ളത്. ആ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡിനെ സമീപിച്ച് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നേതാക്കൾക്ക് നൽകണമെന്നും കേരളത്തിലെ സാധ്യതകളെ, UDFിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകരുതെന്നും ഐക്യം ഊട്ടിയുറപ്പിക്കേണ്ട അതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുമെന്നും ലീഗ് പറയുന്നത്. ഇന്നലെ തന്നെ വാർത്താ സമ്മേളനത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ തന്നെയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പരോക്ഷമായിട്ടുള്ള മറുപടി. അതൊക്കെ പരിഹരിക്കപ്പെടുമെന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് ഇതിൽ ഇടപെടേണ്ട സാഹചര്യം ഉണ്ട് എന്നതിൻ്റെ ആ പ്രശ്നത്തിൻ്റെ ഗൗരവം അത് ലീഗ് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിച്ചില്ലെങ്കിൽ നേരിട്ട് ലീഗ് ആ വിഷയത്തിൽ ഹൈക്കമാൻഡിനെ സമീപിക്കുമെന്ന ഒരു ആലോചനയാണ്, തീരുമാനമാണ് ഇന്നലത്തെ യോഗത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത്. അത് എപ്പോഴെങ്ങനെയെന്നുള്ള കാര്യങ്ങളൊന്നും ലീഗ് പറഞ്ഞില്ലെങ്കിൽ പോലും ഇതൊരു പക്ഷേ കോൺഗ്രസിന് ഒരു മുന്നറിയിപ്പ് എന്ന തരത്തിലായിരിക്കാം ലീഗിൻ്റെ ഈ നിർദ്ദേശം പോയിരിക്കുന്നത്. പ്രശ്നങ്ങൾ തീർന്നില്ലെങ്കിൽ അത്തരത്തിൽ ഞങ്ങൾ നീങ്ങും എന്ന ഒരു മുന്നറിയിപ്പായിരിക്കാം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതുതന്നെയായിരിക്കാം ലീഗിൻ്റെ ഉദ്ദേശവും. എന്തുതന്നെയാണെങ്കിലും കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ ലീഗിന് അതൃപ്തിയുണ്ട് എന്ന കാര്യം വളരെ കൃത്യമായ ഒരു വസ്തുതയാണ്. ശ്രീജ. അനുമോദ്, ഈ തെരഞ്ഞെടുപ്പ് വർഷമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. ഈ സമയത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ഈ ശശി തരൂരിൻ്റെ വിഷയത്തിലുണ്ടായ തർക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഈ മുന്നണിയുടെ സാധ്യതകളെ ബാധിക്കുന്നു. ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത വിധം ലീഗിന് അവിടെ ആ തരത്തിൽ അതൃപ്തിയുണ്ട്. ഇതിപ്പോൾ അധികാരത്തിലില്ലാതെ 2 ടേമായി മാറി നിൽക്കുക എന്ന് പറയുന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും കുറച്ച് സമ്മർദ്ദം ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. ആ സമ്മർദ്ദത്തെ ആ രീതിയിൽ തന്നെ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഭീഷണി എന്നതിൽ അപ്പുറത്തേക്ക് ലീഗ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടുത്ത നിലപാടിലേക്കൊക്കെ പോകാൻ സാധ്യത എത്രത്തോളമാണ്? ലീഗ് കടുത്ത നിലപാടിലേക്കൊന്നും പോകില്ല ഈ ഘട്ടത്തിൽ എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം ഇപ്പോഴും ഒരു ഭരണവിരുദ്ധ വികാരം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFിന് അനുകൂലമായിട്ട് നിൽക്കും. LDFിനെതിരായ ഭരണവിരുദ്ധ വികാരം എന്ന് തന്നെയാണ് ലീഗിൻ്റെ കണക്കൂട്ടലുള്ളത്. ആ ഒരു ഘട്ടത്തിൽ പക്ഷേ കോൺഗ്രസ് അനൈക്യം കാരണം അത് മുതലെടുക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ലീഗിൻ്റെ ഈ ഘട്ടത്തിലുള്ള ഒരു ആശങ്ക. ആ സാഹചര്യത്തിലാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അത് ഹൈക്കമാൻഡ് ഇടപെട്ട് പരിഹരിക്കേണ്ടതുണ്ട് എന്ന ഒരു അഭിപ്രായം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ അത്തരം ലീഗിനൊരു ചിന്തയുള്ളത്. വേണമെങ്കിൽ അത് ഹൈക്കമാൻഡ് നേരിൽ കണ്ട് ഈ കാര്യങ്ങൾ അറിയിക്കുവാൻ ലീഗ് ആലോചിക്കുന്നുണ്ട്. കാരണം ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ 2ാം തവണയും അധികാരത്തിലേറിയ LDF സർക്കാരിനെതിരെ വലിയ സമരപരമ്പരകൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ തയ്യാറെടുക്കുക എന്ന് കഴിഞ്ഞ ദിവസം ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഓരോ പ്രശ്നങ്ങളും അത് തെരഞ്ഞെടുപ്പിൻ്റെ സമയമാകുമ്പോൾ കൂടുതൽ വലിയ സമരത്തിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ കൊണ്ടുവന്ന് അത് ഭരണത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമായി ഉയർത്തി കാണിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് സംവിധാനങ്ങളെ സജ്ജമാക്കുക, അണികളെ സജ്ജമാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഉണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ അനൈക്യം ഇവിടെ വലിയ തലവേദനയായിട്ട് ലീഗിന് മാറുന്നത്. പ്രത്യേകിച്ച് നേതാക്കളെല്ലാം അവരുടെ സ്വന്തം അഭിപ്രായം പരസ്യമായിട്ട് പറയുക, അത് ഒരു മുന്നണിക്കകത്ത് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കകത്ത് വേണ്ട ഒരു ഐക്യം, കോർഡിനേഷൻ പലപ്പോഴും ഈ പല വിഷയങ്ങളും ഉണ്ടാകാത്ത ഒരു സാഹചര്യം. ഇതൊക്കെ പരോക്ഷമായിട്ട് ലീഗിനെ കൂടി ചില മണ്ഡലങ്ങളിൽ ബാധിക്കുമെന്ന ആശങ്ക ലീഗിനുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ കൂടി വോട്ട് കിട്ടിയാൽ ജയിക്കുന്ന പല മണ്ഡലങ്ങളിൽ ലീഗ് മത്സരിക്കുന്ന ഇടങ്ങളിലുണ്ട്, വടക്കൻ കേരളത്തിലൊക്കെ. അവിടെയൊക്കെ ഈ കോൺഗ്രസിന് അനൈക്യം ബാധിക്കുമോ എന്നുള്ള ആശങ്ക, കോൺഗ്രസിനെതിരായ വികാരം ലീഗിനെ കൂടി ബാധിക്കുമോ എന്ന ആശങ്കയൊക്കെ ലീഗ് പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു അന്ത്യശാസനം എന്ന തരത്തിൽ ഈ കാര്യങ്ങളുടെ ഗൗരവം ഹൈക്കമാൻഡ് അറിയണം. ഇനിയുള്ള മാസങ്ങളിൽ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പാടില്ല എന്ന നിരീക്ഷണം ലീഗിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. എല്ലാ തവണയും ലീഗ് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് കാര്യങ്ങൾ പറയാറുള്ളത്. മറ്റൊരു കടുത്ത തീരുമാനത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകേണ്ടതില്ല എന്ന തീരുമാനം തന്നെയാണ് ലീഗിനുള്ളിലും ഉള്ളത്. ശരി, CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ആശാ വർക്കർമാരുടെ സമരം നടക്കുമ്പോഴാണ് PSC അംഗങ്ങൾക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാനുള്ള തീരുമാനമുണ്ടായത്. അത് വലിയ രീതിയിൽ അവർക്കിടയിലൊക്കെ പ്രതിഷേധം സൃഷ്ടിച്ചിട്ടുണ്ട്, വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഈ ശമ്പള വർധനവ് കൊണ്ടുവന്ന സർക്കാർ തീരുമാനം പ്രതിമാസം സർക്കാരിനുണ്ടാക്കുക ലക്ഷങ്ങളുടെ അധിക ബാധ്യതയാണ്. മുടങ്ങിയ തുച്ഛമായ വേതനം കിട്ടാൻ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുമ്പോഴാണ് PSCയിൽ ഇങ്ങനെ വാരിക്കോരി വേതന വർധന വരുത്തിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മന്ത്രിസഭായോഗം മനസാക്ഷിയില്ലാത്ത തീരുമാനമാണ് കൈക്കൊണ്ടത്.
ഒരു വശത്ത് PSC അംഗങ്ങൾക്ക് ലക്ഷങ്ങളുടെ വേതന വർധനവ് വരുത്തുമ്പോൾ മറുവശത്ത് മുടങ്ങിയ വേതനത്തിനായി തെരുവിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരായ വീട്ടമ്മമാർ. പ്രതിമാസം 2 ലക്ഷത്തിൽ പരം വേതനം വാങ്ങുന്നവർക്കാണ് വീണ്ടും 1.5 ലക്ഷത്തോളം മന്ത്രിസഭായോഗം വർദ്ധിപ്പിച്ചു നൽകിയതെന്ന് ഓർക്കുക. തൊട്ടപ്പുറത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടങ്ങിയ വേതനത്തിനായി സമരം ചെയ്യുന്നവരെ ഈ തീരുമാനമെടുത്ത മന്ത്രിമാർ ഓർത്തില്ല. ചുരുങ്ങിയ പക്ഷം PSC അംഗങ്ങളുടെ ശമ്പള വർധനവ് തീരുമാനം മാറ്റിവെക്കാനുള്ള ഔചിത്യമെങ്കിലും കാട്ടാമായിരുന്നു. ചെയർമാനടക്കം 21 അംഗങ്ങളാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലുള്ളത്. നിലവിലുണ്ടായിരുന്ന വേതന ഘടന ഇങ്ങനെയാണ്. ചെയർമാന് അലവൻസുകൾ ഉൾപ്പെടെ കയ്യിൽ കിട്ടുന്നത് 2,26,000 രൂപ. അംഗങ്ങൾക്ക് അലവൻസുകൾ ഉൾപ്പെടെ 2,23,000 കയ്യിൽ കിട്ടും. വർധനവ് വരുത്തുന്നതോടെ ചെയർമാന്റെ ശമ്പളം 3,87,000 ഉയരും. അംഗങ്ങളുടെ ശമ്പളം 3,80,000 ആയിട്ടും. അതായത് 1.25 ലക്ഷത്തോളം ശമ്പള വർധനവാണ് പൂർണ്ണമായും രാഷ്ട്രീയ നിയമനമായ ഈ പദവികളിൽ ഉണ്ടാവുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ ഉയർന്ന വേതന ഘടന പരിഗണിച്ചാണ് കേരളത്തിലും വർധനവ് വരുത്തിയത് എന്നതാണ് സർക്കാർ വാദം. ഇക്കാര്യത്തിൽ PSC സർക്കാരിന് നൽകിയ കത്തും പരിഗണിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരളത്തിന് പ്രതിമാസം 26 ലക്ഷത്തോളം അധിക ബാധ്യതയുണ്ടാക്കുന്നതാണ് ഈ തീരുമാനം. PSC അംഗങ്ങൾക്ക് ശമ്പളം വർദ്ധിപ്പിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളെ മാതൃകയാക്കിയ സർക്കാർ ഇത് ഈ പ്രതിസന്ധി കാലത്ത് തന്നെ വേണമായിരുന്നോ എന്നതാണ് ചോദ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.